ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒഫീഷ്യലി ബാലി ട്രിപ്പിൻ്റെ ഡേ 1 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഒരുപാട് വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ടായിരുന്നു. സോ കുറേ ഇന്തോനേഷ്യൻ ബാലി ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റി. ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ ഒന്ന് രണ്ട് കൾച്ചറൽ ഷോക്ക്. ഈ ഡോറ്, ഇതാണ് ഡോറ്. ഇവിടെ മിററുണ്ട്, ഒരു വാർഡ്രോബ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഡോറ് ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ മാത്രം പറ്റും, ലോക്ക് ചെയ്യാൻ പറ്റില്ല. അയ്യോ. പിന്നെ ടോയ്ലറ്റിൽ നമ്മുടെ ഈ മറ്റേ പമ്പില്ലേ, പമ്പല്ല എന്നൊരു പേര് മറന്നുപോയി. നോർമലി നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് അതും ഇല്ല. അയ്യോ. This is my personal photographer cum videographer. Yes. എനിക്ക് ദിവസം $100 തരാന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെ രൂപത്തിൽ. അടി. ഇന്നത്തെ ഐറ്റിനറിയിൽ ഫസ്റ്റ് ഹാഫ് ഈസ് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി ആൻഡ് സെക്കൻഡ് ഹാഫ് ഈസ് ഉൽവാത്തു ടെമ്പിൾ. റൂമിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് പോയത് ഇൻഡോമാർട്ടിലേക്കാണ്. ഇൻഡോമാർട്ട് ഈസ് എ സൂപ്പർ മാർക്കറ്റ് ഇൻ ബാലി ആൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, റീസണബിൾ പ്രൈസാണ്. Then we directly went to some water sport activity. ഇതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ആൻഡ് അപ്സര ചൂസ് ഫ്ലൈ ബോർഡിങ് ബിക്കോസ് അതധികം കാണാത്തതാണല്ലോ. ബട്ട് ഇറ്റ് വാസ് എ ഫ്ലോപ്പ്. ഫ്ലൈ ബോർഡിന് എന്തോ കംപ്ലൈൻ്റ് ആയി ആൻഡ് വി ചൂസ് നോട്ട് ടു ഡു ഇറ്റ്. ബട്ട് അവർ റീഫണ്ട് തരില്ലാന്ന് പറഞ്ഞു. ബൈ ഇതിൻ്റെ പേയ്മെൻറ്റ് പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ. അവസാനം കുറേ സംസാരിച്ച് ഒച്ചയും ബഹളമൊക്കെ ആക്കി വേറെ 2 ആക്ടിവിറ്റി ചെയ്യാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. ജെറ്റ് സ്കി ആൻഡ് പാരാസൈലിംഗ് ആണ് ഞങ്ങൾ എടുത്തത്. ഇറ്റ് വാസ് ഫൺ. ആഫ്റ്റർ ദാറ്റ് നേരെ ഉൽവാത്തു ടെമ്പിളിലേക്ക് വിട്ടു. ആർക്കും ഫുഡ് വേണ്ട, സ്നാക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ലഞ്ച് ബ്രേക്ക് ഒന്നും എടുത്തില്ല. Uluwatu Temple is an iconic 11th century cliffside Balinese Hindu sea temple. It was so beautiful. The temple is famous for spectacular sunset view and traditional Kecak dance. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണിത്. വി വർ എൻജോയിങ് ദ ടെമ്പിൾ ആൻഡ് ദ ക്ലിഫ് വ്യൂ. ബട്ട് ഇവിടെ ഞങ്ങളെ കാത്ത് കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇവർ ഇത്രയും അഗ്രസീവ് ആണെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങളുടെ കോർഡിനേറ്ററിൻ്റെ ഫോണ് കുരങ്ങൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞങ്ങൾ സ്റ്റക്കായി ആക്ച്വലി. ഫോൺ കിട്ടിയപ്പോൾ തന്നെ സൂര്യൻ അസ്തമിച്ചു. ദാറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൺസെറ്റ് വി ഹാവ് എവർ വിറ്റ്നസ്ഡ്. ആഫ്റ്റർ ദാറ്റ് റൂമിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് ഡിന്നറൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഞങ്ങളിന്ന് നിസാപ്പിനടിയിലേക്ക് പോയി. ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് അയച്ചു തരാം. ഇന്നലത്തെ ദിവസം കുറേ ട്രാജഡിയിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരുവിധം ഇന്നലത്തെ ദിവസം തീർന്നു. ഇന്ന് അങ്ങനെയുള്ള ട്രാജഡികളൊന്നും ഉണ്ടാവില്ല എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഉണ്ടാവില്ലായിരിക്കും. ഇന്നലെ എന്തൊക്കെയോ ആയിരുന്നു. ഇന്നലെ ഇവിടെ ഒരു ഇതുണ്ട്, സൂപ്പർ മാർക്കറ്റ് പോലെ, ഇൻഡോമാർട്ട് എന്ന് പറഞ്ഞിട്ട്.
അവിടെ ഇന്നലെ കാർഡ് അക്സെപ്റ്റ് ചെയ്തില്ല. രാവിലെ തന്നെ ഓടിപ്പോയി. പിന്നെ കൂടെ ഉണ്ടായടുത്ത് ക്യാഷ് ഉണ്ടായതുകൊണ്ട് ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങി. അത് കഴിഞ്ഞ് വാട്ടർ സ്പോർട്ട് ചെയ്യാൻ പോയി. അവിടെ പോയിട്ട് ഫ്ലൈ ബോർഡ് ചെയ്തു. ഫ്ലൈ ബോർഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം, ചെയ്യുന്നതിനിടയിൽ ആ സാധനം കംപ്ലൈൻ്റ് ആയി. ഞാൻ ചെയ്യുമ്പോൾ വേറെ ആൾ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ റീഫണ്ട് ചോദിച്ചിട്ട് അവർ റീഫണ്ട് എന്തിട്ടും തരത്തില്ല. കുറേ ട്രൈ ചെയ്തിട്ട് റീഫണ്ട് ചെയ്തില്ല. അവസാനം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് വേറെ ആക്ടിവിറ്റി തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ആ പൈസക്ക് വേറെ 2 ആക്ടിവിറ്റി ചെയ്തിട്ട് വന്നു. അത് കുറേ നേരം ആർഗ്യൂ ചെയ്ത് കുറേ നേരം സംസാരിച്ച് കുറേ ഇതാക്കി ലാസ്റ്റ് കിട്ടി. ബട്ട് കുറേ സമയം അവിടെ പോയി. പിന്നെ നമുക്കൊരു മൂഡുണ്ടാവുമല്ലോ അല്ലേ ചെയ്യാനല്ലേ, അത് പോയി. അതൊക്കെ കഴിഞ്ഞ് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ ആയി, ഫൈൻ, കുറച്ച് ഹാപ്പിയായി, സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ പറയാം. ഉലുവാത്ത ടെമ്പിളിൽ പോയി. നല്ല ടെമ്പിളാണ്, നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല ബീച്ച് വ്യൂ, ക്ലിഫാണ്, ബീച്ച് വ്യൂ ആണ്, നല്ല ഭംഗിയുള്ള സൺസെറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. ഞങ്ങളുടെ കോർഡിനേറ്ററിൻ്റെ ഫോണ് മങ്കി പിടിച്ചുകൊണ്ട് പോയി, കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. അതോടെ ആടെയും മൂടുപോയി. ഒരു 2 മണിക്കൂറൊക്കെ നോർമലി അവിടെ മങ്കി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഫോൺ നോക്കണ്ടെന്നാണ് പറയില്ല, കാരണം ഭയങ്കര കഷ്ടപ്പെടാം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കുറേ ഗാർഡ്സൊക്കെ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞ് ഒരു 2 മണിക്കൂർ പണിയെടുത്ത് 2 മണിക്കൂർ അതിനെ കൺവിൻസ് ഇതാക്കി അവസാനം ഫോൺ കിട്ടി. ഫോൺ ഡാമേജ് ആയി, കുറേ ഫോണിൻ്റെ ബാക്കിലെ ഗ്ലാസ്സൊക്കെ പൊട്ടി ആയെങ്കിലും ഫോൺ കിട്ടി. അതിന് ശേഷമാണൊന്ന് ജീവൻ വെച്ചത് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര്, ഞാനും ഒരു കുട്ടിയും കൂടി, കോർഡിനേറ്റർ ഷഹ്മ എന്ന പേര്, കോർഡിനേറ്ററിൻ്റെ കൂടെ വന്നു. ബാക്കിയുള്ളവർ പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ ഒരു കെച്ചക് ഡാൻസ് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഒരു കൾച്ചറൽ പ്രോഗ്രാം. ആ പരിപാടി മിസ്സായാലും പ്രശ്നമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ, അത് പിന്നെയും കാണാമല്ലോ. പക്ഷേ എങ്കിൽ ഫോണ് പോയതായിരുന്നു ആകെയുള്ളൊരിത്. കാരണം എല്ലാം ഫോണിലത്, ട്രിപ്പിൻ്റെ മൊത്തം ഇത് ഫോണിലാണ്. പിന്നെ ഫോൺ കുറേ മെമ്മറീസ് അത് ഇത് ഒക്കെ ആയിരുന്നു. സോ അതൊരു വിഷമമായി. ഞങ്ങൾ അവിടെയുള്ള കുറേ ആൾക്കാരുടെ ഫോൺ ഇതുപോലെ സ്കാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു US-ലുള്ള ഒരു ആളുണ്ടായിരുന്നു, ഒരു സോളോ ആയിട്ട് വന്നതാണ്. അയാളതിന് വേറെ ഒന്നുമില്ല, ഫോണുണ്ട്, കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും ഓപ്ഷനൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് നേരം അവരോട് നിന്നു, കുറേ നേരം ട്രൈ ചെയ്തു. ലാസ്റ്റ് ഫുള്ള് രാത്രി ഇരുട്ടിയതിന് ശേഷം പിന്നെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇവരെ ഒരു ഗ്രാബ് ബുക്ക് ചെയ്ത് കൊടുത്ത് ഹോട്ടലിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി വന്ന് കിടന്നു തുടങ്ങി. പക്ഷേ കുറേ കാര്യങ്ങൾ നല്ലതായിരുന്നു, കുറേ എൻജോയ് ചെയ്തു, കുറേ നല്ല കണക്ഷൻസ് ഇതൊക്കെ ഉണ്ട്. എന്നാലും ഇതാണ് ഇന്നലത്തെ ഒരു സമ്മറി. ഇതൊന്നും ഇന്നലെ എടുക്കാനോ പറയാനോ എന്താ പറയുക, അതിനുള്ള മൂഡോ മാനസികാവസ്ഥയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ ഇന്നത്തെ ദിവസം നമ്മളെ എക്സ്പെക്റ്റേഷനോട് പോകുന്നു. Day 2 സ്റ്റാർട്ട് വിത്ത് ഗുഡ് നോട്ട്. ഇന്ന് ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നുസ പിന്നീടിലേക്ക് പോവുകയാണ്. ടുഡേ വി വിൽ ബി സ്റ്റേയിങ് അറ്റ് നുസ. Shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Night spills the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. സനൂർ പോർട്ടിൽ നിന്നാണ് നുസയിലേക്ക് ബോട്ട് കയറിയത്. ഓൾമോസ്റ്റ് 1 hour ബോട്ട് ജേണിയാണ് നുസയിലേക്കുള്ളത്. ആഫ്റ്റർ റീച്ചിങ് നുസ നേരെ റൂമിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. Teach me the language of rustling leaves, stories that linger
ലൊക്കേഷനും വ്യൂവും ഒക്കെ കിട്ടില്ലായിരുന്നു. ഒരു റെസ്റ്റിക് ലുക്കുള്ള ബ്യൂട്ടിഫുൾ റൂമായിരുന്നു. ഇറ്റ് വാസ് നൈസ്. ആഫ്റ്റർ ടേക്കിംഗ് സം റെസ്റ്റ് നേരെ ഇന്നത്തെ കറങ്ങി തിരിയലിനിറങ്ങി. ഈ സ്റ്റേയുടെ ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അട്രാക്ഷൻസ് ഒക്കെ കുറച്ച് ദൂരെയാണ്. അറൗണ്ട് 1 hour മേലെ ട്രാവൽ ചെയ്യാണ്. ആൻഡ് ഇവിടെ വലിയ വണ്ടികളില്ല. ഞാൻ കണ്ടത് മൊത്തം ഇന്നോവ സൈസിലുള്ള വണ്ടികൾ മാത്രമാണ്. സോ 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഫസ്റ്റ് പോയത് ഏഞ്ചൽസ് ബില്ലബോങ് ആൻഡ് ബ്രോക്കൺ ബീച്ചിലേക്കാണ്. ബോത്ത് ആർ ഇൻ സെയിം പ്ലേസ്, വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. ഏഞ്ചൽസ് ബില്ലബോങ് ഈസ് എ നാച്ചുറൽ റോക്ക് പൂൾ കൈൻഡ് ഓഫ് എ തിങ്. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിന് വേറെ തന്നെ ഒരു കളറാണ്. ഇവിടെ നിന്ന് നേരെ ബ്രോക്കൺ ബീച്ചിലേക്ക് നടന്നു. പിണങ്ങുന്ന ആള് ആണിത്. ഹായ് ഗായ്സ്. നീളം നോക്കണ്ടേ? ഞാനെ കോർഡിനേറ്റർ. അതിലൊരു കാര്യമില്ല, ഒരു ഞാൻ കോർഡിനേറ്ററിനെ പോലെ നിൽക്കുന്നില്ല, ഞാൻ ഗസ്റ്റിനെ പോലെ അവരിൽ ഒരാളായിട്ട് ഞാൻ കരഞ്ഞ് കരഞ്ഞ് ഇതാവുന്ന ഒരു കോർഡിനേറ്ററാണിത്. ഫോൺ പോയാ പിന്നെ ഞാൻ ചിരിക്കാം. ഞാൻ ബിരിയാണി തരാം. എനിക്ക് വേണം ബിരിയാണി വാങ്ങിച്ചോ. കയ്യ തന്നു. എല്ലാവർക്കും ബിരിയാണി. ബിരിയാണി കിട്ടത്തില്ലല്ലോ. വേണ്ട, വേറെ എന്തെങ്കിലും ബിരിയാണി തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല ഞങ്ങൾക്ക്. നിർബന്ധമൊന്നുമില്ല. ഐ വാസ് കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഫ് ദ ബ്രോക്കൺ ബീച്ച്. ബ്രോക്കൺ ബീച്ച് കണ്ടപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതാണ് ബ്രോക്കൺ ബീച്ച് എന്ന്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ബ്രോക്കൺ ബീച്ചും തപ്പി കാർ പാർക്കിങ്ങിന് അങ്ങോട്ടേക്ക് പോയി. എൻ്റെ വഴിയിൽ കണ്ടവരോട് അങ്ങോട്ട് എന്താ ഉള്ളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കാർ പാർക്കിംഗ് ആണെന്ന്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ തിരിച്ച് നടന്ന് ബാക്കിയുള്ള മെമ്പേഴ്സിനെ കണ്ടു. അവിടുന്ന് ഒരു ലൈറ്റ് ലഞ്ചൊക്കെ കഴിച്ച് വി ഹെഡഡ് ടു അവർ നെക്സ്റ്റ് ലൊക്കേഷൻ വിച്ച് ഈസ് കെലിംഗൻ ബീച്ച്. എത്തുന്നവരെ ഐ ഹാഡ് നോ ഐഡിയ വേർ ഐ വാസ് ഗോയിങ്. ഇതിനു മുന്നേ ഞാൻ ഈ ബീച്ചിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടേക്കാണ് വരുന്നത് എന്നോ ഇതിന് ഇത്രയും പ്രത്യേക വ്യൂ ഉണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒന്നും അറിയാതെ വന്നത് കൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റിയതെന്ന്. ഇവിടുന്ന് ട്രക്ക് ചെയ്ത് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് എ ബിറ്റ് ഡേഞ്ചറസ്. സ്റ്റിൽ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. ഓൾമോസ്റ്റ് ഒരു 85 to 90% ഞങ്ങൾ ഇറങ്ങിയിരുന്നു. ബട്ട് അതിന് താഴേക്ക് പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ആൻഡ് ആരും ഇത് എക്സ്പെക്ട് ചെയ്തിട്ടല്ല വന്നത്. സോ ചപ്പലിട്ടിട്ടൊക്കെയാണ് വന്നത്. സോ ഇറ്റ്സ് സ്ലിപ്പറി, കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. സോ വി ഡ്രോപ്പ് ദ പ്ലാൻ ആൻഡ് കെയിം ബാക്ക്. ക്ഷമയ്ക്ക് എല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്ന് സൺസെറ്റ് കാണുന്ന നിർബന്ധം ഉണ്ടായിരുന്നു. സോ സൺസെറ്റ് ആവറായപ്പോൾ വി സ്പ്ലിറ്റ് ആൻഡ് എൻജോയ് ദ സൺസെറ്റ് അലോൺ. ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് വി കെയിം ബാക്ക്. വരുന്ന വഴിക്ക് ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. റൂമിലെത്തിയതിനു ശേഷം നൈറ്റിൽ ഞാൻ എല്ലാവരെയും പിടിച്ച് പൂളിലിറക്കി. വി എൻജോയ് ദാറ്റ് നൈറ്റ് എ ലോട്ട്. ആൻഡ് അതിന് ശേഷം നേരെ കിടന്നുറങ്ങാൻ പോയി.